എല്ലാവർക്കും എൻകെടെക് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൗദിയിൽ പുതുതായി ആരംഭിച്ച സൗദി നാഷണൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ വാലറ്റായ നിയോ ഡിജിറ്റൽ വാലറ്റിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. മറ്റ് ഡിജിറ്റൽ വാലറ്റുകളായ STC ബാങ്ക്, മൊബൈൽ പേ, ഫ്രണ്ടി പേ പോലുള്ള ഒരു ഡിജിറ്റൽ വാലറ്റ് തന്നെയാണ് നിയോ ഡിജിറ്റൽ വാലറ്റ്. പുതുതായി ആരംഭിച്ചതിനാൽ മറ്റു ഡിജിറ്റൽ വാലറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ് ഈ നിയോ ഡിജിറ്റൽ വാലറ്റിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സർവീസ് ചാർജ് തികച്ചും ഫ്രീ ആയി തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. നിയോ ഫ്രീ ആയി നൽകുന്ന മാസ്റ്റർ കാർഡ് ഉപയോഗിച്ച് എയർപോർട്ടുകളിൽ ലോഞ്ച് ആക്സസും ലഭിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിയോ ഡിജിറ്റൽ വാലറ്റ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് വിശദമായി മനസ്സിലാക്കാം. ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. സൗദി പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാവിധ ഓൺലൈൻ വീഡിയോകളും ഈ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നിയോ ഡിജിറ്റൽ വാലറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ നിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശേഷം ഓപ്പൺ കൊടുക്കുക. തുടർന്ന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെയും ലൊക്കേഷൻ്റെയും പെർമിഷനൊക്കെ അലോ കൊടുത്ത ശേഷം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വന്നിട്ടുള്ള ഈ പേജിൽ ID നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ഇക്കാമ നമ്പരും താഴെ മൊബൈൽ നമ്പർ എന്ന കോളത്തിൽ നമ്മുടെ അക്ഷറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഉടൻ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ലഭിച്ച OTP ഇവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായി നഫാദ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി റിക്വസ്റ്റ് നഫാദ് കോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിട്ടുള്ള ഈ കോഡ് നമ്പർ നഫാദ് ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം അവിടെ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നഫാദ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നഫാദ് ആപ്പ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ അക്സെപ്റ്റ് കൊടുത്ത ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നേരത്തെ വന്ന കോഡ് നമ്മൾ പ്രസ് ചെയ്ത ശേഷം നഫാദ് ആപ്പിൻ്റെ 6 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം ഫേസ് വെരിഫിക്കേഷന് വേണ്ടി ഫ്രെയിമിൽ നമ്മുടെ ഫേസ് കറക്റ്റ് പൊസിഷനിൽ വെച്ച ശേഷം ക്യാപ്ചർ ബട്ടൺ അമർത്തുക. ഇപ്പോൾ ദി റിക്വസ്റ്റ് ഹാസ് ബീൻ അക്സെപ്റ്റഡ് എന്ന് വന്നതായി കാണാം. ഇനി നമുക്ക് പഴയ പേജിലേക്ക് തന്നെ മടങ്ങിപ്പോവുക. ഹാവ് യു കംപ്ലീറ്റഡ് നഫാദ് വെരിഫിക്കേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ യെസ് കൊടുക്കുക. അടുത്തതായി ഹോം കൺട്രി ഇൻഫർമേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ അഡ്രസ്സും അതുപോലെ നാട്ടിലെ ഒരു മൊബൈൽ നമ്പറും വേണം കൊടുക്കുവാൻ. കൺട്രി എന്ന ഭാഗത്ത് ലിസ്റ്റിൽ നിന്നും ഇന്ത്യ സെലക്ട് ചെയ്യുക. ശേഷം അഡ്രസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. അടുത്തത് പർപ്പസ് ഓഫ് യുവർ അക്കൗണ്ട്. ഇത് ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ആണ്. അത് ലിസ്റ്റിൽ നിന്നും എംപ്ലോയിഡ് എന്ന് കൊടുക്കുക. തുടർന്ന് വന്നിട്ടുള്ള ജോബ് ഇൻഫർമേഷൻ പേജിൽ ആദ്യമായി ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ലെവലാണ്. അത് ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യുക. അടുത്തതായി എംപ്ലോയ്മെൻറ്റ് സെക്ടറാണ്. അത് ഓപ്ഷനിൽ നിന്നും പ്രൈവറ്റ് എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് ഒക്യുപ്പേഷനാണ്. അത് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക. ലിസ്റ്റിൽ നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അതർ കൊടുക്കുക. അടുത്തതായി ജോബ് ടൈറ്റിൽ എന്ന ഈ കോളത്തിൽ നമ്മുടെ ഇക്കാമയിലുള്ള പ്രൊഫഷൻ ടൈപ്പ് ചെയ്യുക. അടുത്തതായി എംപ്ലോയർ നെയിം എന്ന ഭാഗത്ത് നമ്മുടെ കമ്പനിയുടെ പേര് കൊടുക്കുക. അടുത്തതായി ഡേറ്റ് ഓഫ് ജോയിനിങ്, നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്ത വർഷം കലണ്ടറിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് എന്ന ഈ കോളത്തിൽ നമ്മുടെ ഇമെയിൽ ID കൂടി എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. അടുത്തതായി സെക്കൻഡറി കോൺടാക്റ്റ് പേഴ്സൺ എന്ന ഈ പേജിൽ നമ്മുടെ സുഹൃത്തിൻ്റെയോ റിലേഷൻ്റെയോ ഡീറ്റെയിൽസ് വേണം കൊടുക്കുവാൻ. നെയിം എന്ന ഭാഗത്ത് അവരുടെ പേരും റിലേഷൻ ടൈപ്പും അതുപോലെ മൊബൈൽ നമ്പറും കൊടുത്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക.
അടുത്തതായി ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. ആദ്യമായി ചോദിച്ചിരിക്കുന്നത് സോഴ്സ് ഓഫ് ഇൻകം ആണ്. അത് ലിസ്റ്റിൽ നിന്നും പേറോൾ എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് പേയ്മെൻറ്റ് ഇൻകം മെത്തേഡാണ്. അത് ലിസ്റ്റിൽ നിന്നും ക്യാഷ് സെലക്ട് ചെയ്യുക. അടുത്തതായി ഇൻകം എമൗണ്ട് റേഞ്ചാണ്. അത് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക. അടുത്തതായി എക്സ്പെക്റ്റഡ് മന്ത്ലി ക്യാഷ് ഡെപ്പോസിറ്റാണ്. അത് എത്രയെന്ന് ടൈപ്പ് ചെയ്യുക. അടുത്തതായി എക്സ്പെക്റ്റഡ് മന്ത്ലി ക്യാഷ് വിത്ഡ്രോവൽസ്, അവിടെയും ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്ത ശേഷം താഴെ ഡു യു ഹാവ് അഡീഷണൽ ഇൻകം എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഓഫായി കിടക്കുന്നതിനാൽ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഇവിടെയും രണ്ട് കാര്യങ്ങളും നോ എന്ന് തന്നെ വന്നിട്ടുണ്ട്. ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഇവിടെയും രണ്ട് കാര്യങ്ങൾക്കും നോ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. തുടർന്ന് വന്നിട്ടുള്ള ഈ പേജിലും ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. അടുത്തതായി പാസ്വേഡ് കൊടുക്കുന്ന പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്രിയേറ്റ് പാസ്വേഡ് എന്ന ഭാഗത്ത് മിനിമം 8 ക്യാരക്ടറെങ്കിലുമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. റിപ്പീറ്റ് പാസ്വേഡ് എന്ന ഭാഗത്ത് പാസ്വേഡ് ഒരിക്കൽ കൂടി നൽകി കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. തുറന്നു വന്നിട്ടുള്ള ഈ പേജിൽ നിയോ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി 5 അക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. പിൻ നമ്പർ ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യുക. ഉടൻ തന്നെ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു കോൾ വരുന്നതാണ്. അതോടൊപ്പം ഒരു OTPയും. ആദ്യം കോൾ എടുത്ത ശേഷം കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒരു നമ്പർ പ്രസ് ചെയ്യാൻ പറയും. ആ നമ്പറിൽ പ്രസ് ചെയ്യുക. ശേഷം നമുക്ക് വന്ന OTP കൂടി എൻ്റർ ചെയ്യുന്നതോടുകൂടി യുവർ അക്കൗണ്ട് വാസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് വന്നതായി കാണാം. ഇതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പരും IBAN നമ്പരും വന്നതായി കാണാം. ഇനി നിയോ ആപ്പ് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഗോ ടു മൈ അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നിയോ ആപ്പ് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത 5 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്യുക. ഇപ്പോൾ നിയോ ആപ്പ് ഹോം പേജ് ഓപ്പണായി വന്നതായി കാണാം. ഇങ്ങനെയാണ് നിയോ ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.